അപ്പോൾ മറ്റൊരിടത്ത്. അല്ല, ഇതെവിടെ പോയി ഇത്ര നേരം? മാനത്ത് നിന്ന് ഇപ്പോഴെങ്ങ് എത്തിയതേ ഉള്ളൂ. ചാട്ടത്തിൽ നിന്ന് പിഴച്ചുപോയോ? നിന്റെ കൂട്ടത്തിൽ മറ്റാരുമില്ലാത്തതെന്തടോ എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. അതാര് പറഞ്ഞു? ഓസ്ട്രേലിയയിലെ കങ്കാരുവോ? ഛേയ്, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥയാ. ചാടുമ്പോൾ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോകരുത് എന്ന് സാരം. ആ, അതത്ര സാരമില്ല. ഒരു ഡിറ്റക്റ്റീവിന് എന്തിനാ തുള്ളൽ കഥ? തെണ്ടുൽക്കറിന് എന്തിനാ ചെണ്ടകൊട്ട്? 6000 അടി ഉയരത്തിൽ നിന്ന് 6 ഇഞ്ച് സ്ഥലത്തെ അടയാളത്തിലേക്ക് കൃത്യമായി ചാടുന്നവനാണ് ഒരു യഥാർത്ഥ ഡിറ്റക്റ്റീവ്. 6 ഇഞ്ച് സ്ഥലത്ത് 6 കിലോ ചിക്കൻ വെച്ച് നോക്കിയാട്ടെ കൃത്യമായിട്ട് ചാടി കാണിക്കാം. ആ, അത് പോട്ടെ. നാട്ടിലെത്തിയാൽ ചിക്കൻ ബിരിയാണി വാങ്ങിത്തരാമെങ്കിൽ ഒരു തകർപ്പൻ തുമ്പ് തരാം. 4 നേരം വെച്ച് ഒരാഴ്ച വാങ്ങിത്തരാം. എവിടെ തുമ്പ്? അതെ, വാഗ്ദാനം തരുമ്പോഴും പൊളു പറയുമ്പോഴും ഇച്ചിരി കൂടി മയം വേണം. ഒരാഴ്ചയൊന്നും വേണ്ട, ഒറ്റ ദിവസം മതി. സംഗതി ഇതാണ്. പണ്ടേതോ ഈജിപ്ഷ്യൻ പുസ്തകത്തിൽ കണ്ടിട്ടുള്ള ഒരു സാധനം കണ്ടുകിട്ടിയിരിക്കുന്നു, ഒരു മുതലയുടെ വായിൽ നിന്ന്. എന്നിട്ട് സാധനം കഹാഹേ? മുതല കഹാഹേ? രണ്ടും കയ്യിലില്ല. മുതല ക്ലോസായി. സാധനം വേറൊരു കൂട്ടർ കൊണ്ടുപോയി. ഷോ, വിഡ്ഢിത്തം തന്നെ അമൃതം, വിഡ്ഢിത്തം തന്നെ ജീവിതം. കവിത ചൊല്ലി നിരാശപ്പെടണ്ട. എന്തുകൊണ്ട് അവരെ പിന്തുടർന്നില്ല എന്നല്ലേ ചോദ്യം? ആ ചോദ്യത്തിന് ഞാൻ വാക്കുകൊണ്ടല്ല മൂക്കുകൊണ്ട് മറുപടി തരാം. മണം പിടിക്കുന്ന എൻ്റെ പിന്നാലെ വന്നാട്ടെ. യീഹ എന്ന് കാറരുത്, ആനയും മറ്റും പേടിക്കും. താൻ പിന്നെയും വന്നിരിപ്പാണോ? ഈയിടെയായിട്ട് വൈദ്യര് എപ്പോഴും യാത്രയിലാണല്ലോ. ഇരുന്നു മടുത്തു. ആ വയസ്സൻ മുതലയെ നോക്കാൻ പോയതാ. അങ്ങേരിന്നു രാവിലെ ചത്തുപോയി. എന്താ ഒരു ശബ്ദം? അയ്യോ, മലയിൽ നിന്ന് കല്ലുരുണ്ട് വരുന്നതാ. ചതിച്ചോ? ഇങ്ങോട്ടാ വരുന്നത്? എൻ്റെ കാട്ടുമുത്തപ്പ. അയ്യോ, കഴിഞ്ഞ തവണ മരക്കൊമ്പ്, ഇത്തവണ മരം. അയ്യോ, എനിക്ക് മതിയായേ. എൻ്റെ ബലമായ സംശയം വൈദ്യർക്ക് എന്തോ കഷ്ടകാലമാണെന്നാ. കൃത്യസമയത്ത് ഞാൻ ഇവിടെ എത്തുന്നത് എൻ്റെ കഷ്ടകാലം. ജമ്പനും തുമ്പനും മണം പിടിച്ച് മുന്നേറുകയായിരുന്നു. ബോസ്, അത് കണ്ടോ? അവരാണ് ആ സാധനം കൊണ്ടുപോയത്. പക്ഷെ രണ്ടിൻ്റെയും കിടപ്പത്ര ശരിയല്ലല്ലോ. മരിച്ചിട്ടില്ല, ബോധം കെട്ടതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ സാധനം എവിടെ? തുമ്പൻ്റെ അതിവിദഗ്ധമായ പരിശോധന. പക്ഷേ അത് ആരോ ഇവിടെ നിന്ന് കടത്തി കഴിഞ്ഞു.